കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മളെ ഇന്ന് പകൽക്കാലത്തെങ്കിലെ കൊലൂസ്യ ലേഖനമാണ് പഠിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. കൊലൂസ്യ ലേഖനം അപ്പോസ്തലനായ പൗലോസിനാൽ രചിതമായ ഒരു പുസ്തകമാണ്. നമ്മൾ ഇതിനെ ആകമാനം പഠിക്കുമ്പോൾ പുതിയ നിയമത്തിലെ 21 ലേഖനങ്ങളിലെ 14 ലേഖനങ്ങൾ അപ്പോസ്തലനായ പൗലോസിനാൽ എഴുതപ്പെട്ടവയാണ്. അവയിലെ എഫേസ്യർ, ഫിലിപ്പിയർ, കൊലൂസ്യർ, ഫിലേമോൻ എന്നീ 4 ലേഖനങ്ങൾ കാരാഗൃഹ ലേഖനങ്ങളെന്ന് അറിയപ്പെടുന്നത്. അപ്പോസ്തലനായ പൗലോസ് റോമയിൽ തടവുകാരനായി കഴിയുന്ന സമയത്ത് തന്നാൽ എഴുതപ്പെട്ട ലേഖനമാണ് ഈ ലേഖനങ്ങളെ. അതുകൊണ്ടാണ് ഈ ലേഖനത്തെ കാരാഗൃഹ ലേഖനങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നത്. ഈ ലേഖനങ്ങളെ രക്ഷാ തത്വശാസ്ത്രപരമായിട്ടും സഭാ തത്വശാസ്ത്രപരമായിട്ടും ഭാവികാലപരമായിട്ടും ക്രിസ്തുശാസ്ത്രപരമായിട്ടും ഒക്കെ ഇങ്ങനെ 4ആയിട്ട് തരംതിരിക്കുവാനായിട്ട് കഴിയും. ഇതില് 4ാമത്തെ ഇനത്തിൽപ്പെട്ടതാണ് കാരാഗൃഹ ലേഖനങ്ങൾ എന്ന് പറയുന്നത്. ഇത് ക്രിസ്തുവും സഭയുമായുള്ള ബന്ധമാണ് പ്രധാനമായി ഈ ലേഖനങ്ങളിലെ വിശദീകരിച്ചിരിക്കുന്നത്. കാരാഗൃഹ ലേഖനങ്ങളിലെ കൊലോസ്യ ലേഖനമാണ് ആദ്യമായി എഴുതപ്പെട്ടതെന്ന് വേദപഠിതാക്കളുടെ അഭിപ്രായം. AD 62 ഈ ലേഖനം എഴുതിയെന്ന് നമുക്ക് കരുതാം. ഇതിന്റെ താക്കോൽ വാക്യം നിറവ് എന്നാണ്. ഗലാത്യ ലേഖനത്തിന് റോമാലേഖനത്തോടുള്ള ബന്ധം പോലെ തന്നെ കൊലോസ്യ ലേഖനത്തിന് എഫേസ്യ ലേഖനത്തോട് ബന്ധമുണ്ട്. ഈ 2 ലേഖനങ്ങളും ക്രിസ്തു ശാസ്ത്രപരമാണ്. 2 ലേഖനങ്ങളും തിഹിക്കോസ് ആണ് കൊണ്ടുപോയതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. എഫേസ്യ ലേഖനത്തിലെ 155 വാക്യങ്ങളിൽ 78 എണ്ണം പല നിലകളിലെ കൊലൂസ്യ ലേഖനത്തിൽ ആവർത്തിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മൾ ഇനിയും ഇതിന്റെ ആമുഖം നോക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന എഫേസ്യ കൊലൂസ്യ ലേഖനങ്ങളുടെ സാമ്യവും അതിന്റെ വ്യത്യാസവും ഒന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമതായിട്ട് എഫേസ്യരിൽ സഭയെ ക്രിസ്തുവിന്റെ ശരീരമായി ചിത്രീകരിച്ചിരിക്കുന്നു. എന്നാൽ കൊലൂസ്യ ലേഖനത്തിൽ ക്രിസ്തു സഭയുടെ ശിരസ് എന്നാണ് മുഖ്യ വിഷയം. രണ്ടാമതായിട്ട് എഫേസ്യ ലേഖനം ഒരു സർക്കുലർ ലേഖനമാണ്. എന്നാൽ കൊലൂസ്യ ലേഖനമോ അത് പ്രത്യേകമായിട്ട് സഭയെ ഉദ്ദേശിച്ച് എഴുതിയതാണ്. മൂന്നാമതായിട്ട് എഫേസ്യ ലേഖനത്തിലെ വ്യക്തികൾക്ക് വന്ദനം പറയുന്നില്ല. എന്നാൽ കൊലൂസ്യ ലേഖനത്തിൽ പല വ്യക്തികൾക്ക് വന്ദനം പറഞ്ഞുകൊണ്ടാണ് ഈ ലേഖനം എഴുതുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇനിയും 4ാമതായിട്ട് എഫേസ്യ ലേഖനത്തിൽ ദുരുപദേശങ്ങളെ എതിർക്കുകയോ ഖണ്ഡിക്കുകയോ ചെയ്യുന്നില്ല. എന്നാൽ കൊലൂസ്യ ലേഖനത്തിൽ ദുരുപദേശങ്ങളെ ശക്തമായ ഭാഷയിൽ ഖണ്ഡിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി 5ാമതായിട്ട് ഈ ലേഖനങ്ങളിലും ക്രിസ്തുവിന്റെയും സഭയുടെയും മഹത്വമാണ് ഈ 2 ലേഖനങ്ങളിൽ ഒരുമിച്ച് ചേർത്ത് പ്രതിപാദിച്ചിരിക്കുന്നത്. 5ാമതായിട്ട് ഈ 2 ലേഖനങ്ങളിലും ക്രിസ്തുവിന്റെയും സഭയുടെയും മഹത്വത്തെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇനി 6ാമതായിട്ട് മാതാപിതാക്കൾക്കും ഭാര്യ ഭർത്താക്കന്മാർക്കും മക്കൾക്കും യജമാനന്മാർക്കും ദാസീദാസന്മാർക്കുമുള്ള കടപ്പാടുകളും ചുമതലകളും ഈ 2 ലേഖനങ്ങളിലും ഒരുപോലെ പ്രതിപാദ്യ വിഷയമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഇനി 7ാമത്തെ സാമ്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസിക്ക് ആത്മീയ വളർച്ചയുടെ ആവശ്യകതയെപ്പറ്റി 2 ലേഖനങ്ങളിലും ഊന്നി പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഇതാണ് ഈ 2 എഫേസ്യ ലേഖനവും കൊലൂസ്യ ലേഖനവും തമ്മിൽ നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്ന സാമ്യങ്ങള്, അതിൻ്റെതായ വ്യത്യാസങ്ങള്. ഇനിയിപ്പോൾ നമുക്ക് ഈ അധ്യായത്തിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ഈ കൊലൂസ്യ ലേഖനം എഴുതുമ്പോൾ അത് എഴുതുവാനുള്ള സാഹചര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കൊലൂസ്യ എന്ന് പറയുന്നത് ഒരു നഗരമാണ്. നമുക്കെല്ലാവർക്കും അറിയാം. ഏഷ്യ മൈനറിലുള്ള ഒരു പ്രധാന പട്ടണമായിരുന്നു കൊലൂസ്യ. പെന്തക്കോസ്ത് നാളിൽ യെരുശലേമിൽ വന്നുകൂടിയവരിൽ പലരും ഇവിടെ നിന്നുള്ളവരായിരുന്നുവെന്ന് വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. മാത്രമല്ല അവരിൽ രക്ഷിക്കപ്പെട്ടവർ കൊലൂസ്യയിൽ ചെന്ന് പല കൂടിയൂരുകൾ ആരംഭിക്കുകയും
അങ്ങനെയാണ് അവിടെ സഭയുടെ ഒരു ഉത്ഭവം ഉണ്ടാകുകയും ചെയ്യുന്നെന്ന് നമുക്ക് കരുതുവാൻ ഇടയുണ്ട്. എന്നാൽ പൗലോസിന്റെ സഹഭൃത്യനും ക്രിസ്തുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകനുമായ എപ്പഫ്രാസിനെയാണ് കൊലോസ്യ സഭയുടെ സ്ഥാപനത്തിന് കർത്താവ് കരങ്ങളിൽ എടുത്തത് എന്ന് വിശ്വസിപ്പാനാണ് കൂടുതൽ ന്യായം. അത് കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 6 മുതൽ 8 വരെയുള്ള വേദഭാഗം നമ്മൾ വായിക്കുമ്പോഴോട്ട് കാണുവാനായിട്ട് കഴിയും. ഞാനത് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ ദൈവകൃപ സത്യത്തിൽ കേട്ടറിഞ്ഞ ദിവസം മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വളർന്നും കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹഭൃത്യനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ. അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകനും നിങ്ങൾക്ക് ആത്മാവിനാലുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനുമാകുന്നു. അപ്പോൾ ന്യായമായിട്ടും എപ്പഫ്രാദിത്തോസിന്റെ കൈവശം കൊടുത്തയക്കപ്പെട്ട ലെറ്ററിനാൽ എപ്പഫ്രാദിത്താസ് മുഖാന്തരമാണ് ഈ സഭയുണ്ടായത് എന്നാണ് ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതാണ് അധികം വിശ്വസിപ്പാൻ ന്യായമായ കാര്യം. നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയുന്നത് കൊലോസ്യ, ലവോദിക്ക, ഹീരപ്പൊലിക്ക എന്നീ 3 പട്ടണങ്ങളെ പറ്റി 4-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിന്റെ 4-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾക്കും ലവോദിക്കക്കാർക്കും ഹീരപ്പൊലിക്കാർക്കും വേണ്ടി അവൻ വളരെയധികം അധ്വാനിച്ചിരിക്കുന്നു എന്നതിന് ഞാൻ സാക്ഷിയാണ്. അപ്പോൾ ഈ പട്ടണങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുമ്പോൾ ഏഷ്യ മൈനറിലെ മിയാൻഡർ നദിയുടെ ഒരു പോഷക നദിയായിരുന്നു ലൈക്കസ്. അപ്പൊ ആ ലൈക്കസ് നദിയുടെ തീരത്തായിരുന്നു ഈ 3 പട്ടണങ്ങളും സ്ഥിതി ചെയ്തിരുന്നത്. ലവോദിക്കയും ഹീരപ്പൊലിക്കയും ഈ നദിയുടെ ഇരു കരകളിലായി ഏകദേശം 100 മൈൽ ഇടവിട്ട് സ്ഥിതി ചെയ്തിരുന്നു. ഏകദേശം 12 മൈൽ മുകളിലായിട്ടായിരുന്നു കൊലൂസിയ പട്ടണം. ഇവയിൽ ഏറ്റവും വലിയതും സമ്പൽ സമൃദ്ധവുമായിരുന്നത് ലവോദിക്ക നഗരമായിരുന്നു. മാത്രമല്ല ഏറ്റവും ചെറിയതും അപ്രസിദ്ധവുമായിരുന്ന കൊലൂസിയ നഗരവും അന്ന് ഇതിന്റെ കൂടെ ആയിരുന്നുവല്ലോ, നമുക്കറിയാം. അപ്പോൾ ഏറ്റവും ചെറുതായിരുന്നു കൊലൂസിയ നഗരം. എന്നാൽ പൗലോസ് ലേഖനം എഴുതിയ മറ്റു സഭകളെ അപേക്ഷിച്ച് അപ്രധാനമായ ഒരു സ്ഥാനമേ കൊലൂസ്യർക്ക് അന്നുണ്ടായിരുന്നുള്ളൂ. എങ്കിലും ഏറ്റവും ഗഹനവും സുപ്രധാനവുമായ ഒരു ലേഖനം ഈ സഭയ്ക്ക് അയക്കുവാൻ പരിശുദ്ധാത്മാവ് പൗലോസിനെ പ്രേരിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അതേ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: യഹൂദന്മാരും പുറജാതികളും ഈ സഭയിൽ അംഗങ്ങളായിട്ട് അന്ന് ഉണ്ടായിരുന്നു. ഫിലേമോനും കുടുംബവും ഇവിടുത്തെ അംഗങ്ങളായിരുന്നു. ഞാൻ ഫിലേമോന്റെ പുസ്തകം പഠിപ്പിച്ചപ്പോൾ അതിനെക്കുറിച്ച് നന്നായിട്ട് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോ ഈ ലേഖനം എഴുതി ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ് കൊലൂസിയ പട്ടണം ഭൂകമ്പത്താൽ തകർന്നുപോയി. വളരെ ജനപ്പെരുപ്പം ഉണ്ടായിരുന്ന ഈ പട്ടണത്തിലെ അവശിഷ്ടങ്ങളും 1835 ഭൂഗർഭ ശാസ്ത്രജ്ഞന്മാർ കണ്ടെടുപ്പാൻ തക്കവണ്ണം ഇടയായി. ഇതാണ് ഈ കൊലൂസിയ നഗരത്തെക്കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. ഇനിയിപ്പോ ഈ കൊലൂസിയ ലേഖനം എഴുതുവാനുണ്ടായിരുന്ന സാഹചര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അതിന്റെ ഉദ്ദേശ്യം എന്തായിരുന്നു? പൗലോസ് തന്റെ ശുശ്രൂഷയാല് ഈ ലേഖനം എഴുതുവാനും തന്റേതായ ഒരു ഉദ്ദേശ്യവും അതിന്റെ അകത്ത് താൻ വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: പൗലോസിന്റെ ശുശ്രൂഷയാൽ ഉളവായ സഭ അല്ലായിരുന്നു ഈ കൊലൂസിയ സഭ എന്ന് പറയുന്നത്. എന്നാൽ ആ സഭയുടെ ഓരോ വിവരങ്ങളും കാലാകാലങ്ങളിലെ എപ്പഫ്രാദിത്തോസ് വന്ന് പൗലോസിനെ അറിയിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല, ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ വിപരീത ഉപദേശവുമായിട്ട് ഈ സഭയിൽ നുഴഞ്ഞു കയറിയെന്നും തത്വജ്ഞാനപരമായിട്ടും കർമാചാരപരമായിട്ടും അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് അവിടെ ജനത്തെ വഴിതെറ്റിക്കുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെയും സമയാസമയങ്ങളില് അപ്പോസ്തലനായ പൗലോസിന്റെ അടുക്കൽ വന്ന് ഈ എപ്പഫ്രാദിത്തോസ് വിവരങ്ങൾ അറിയിക്കുന്നത് കൊണ്ടും ആ അറിവിനാലും അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതിനുമായിട്ട് അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനം എഴുതുകയാണ്. അപ്പം ഈ കൊലോസ്യയിലെ വേദവിപരീതം
എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതായത് അവിടെ വളരെ പ്രശ്നങ്ങൾ പൊന്തി വന്നിരുന്നു. തത്വജ്ഞാനപരമായിട്ടും കർമാചാരപരമായിട്ടും അവരെ വിപരീത ഉപദേശങ്ങൾ പഠിപ്പിക്കുന്ന അനേക പഠിപ്പിക്കലുകൾ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവസഭയുടെ ഉത്തരവാദിത്തപ്പെട്ട ശുശ്രൂഷകൻ എന്ന നിലയിൽ അപ്പോസ്തോലൻ ഈ പ്രശ്നങ്ങൾക്ക് നൽകുന്ന സമുചിതവും യുക്തിപരവുമായ മറുപടിയാണ് കൊലോസിയ ലേഖനം എന്ന് പറയുന്നത്. മാത്രമല്ല, പുറജാതി മതങ്ങളിലെ തത്വജ്ഞാനവും യഹൂദ മതത്തിലെ കർമാചാരവും ക്രിസ്തീയ വിശ്വാസത്തോട് ഇടകലർത്തി പഠിപ്പിക്കുവാൻ ദുരുപദേഷ്ടാക്കൾ തുനിഞ്ഞു. ഈ 2-ാം അധ്യായം അതിന്റെ 8-ാം വാക്യവും 2-ാം അധ്യായം അതിന്റെ 18 മുതൽ 20 വരെയുള്ള വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് ആ കാര്യം മനസ്സിലാകും. ഞാൻ അത് നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. 2-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: തത്വജ്ഞാനവും വ്യർത്ഥമായ വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിക്കുവാൻ സൂക്ഷിക്കുവിൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിന് തക്കവണ്ണം ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്ക് തക്കവണ്ണമല്ലാതെ ക്രിസ്തുവിന് അനുസരണമായുള്ളതല്ല. അപ്പം ക്രിസ്തുവിന്റെ വചനത്തിന് അനുസൃതമായിട്ടുള്ള കാര്യമല്ല എന്ന് അപ്പോസ്തലനോട് വ്യക്തമായിട്ട് മനസ്സിലാക്കി തരുമ്പോൾ വീണ്ടും നമുക്കതിന്റെ 2-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വേദഭാഗത്ത് പിന്നെയും എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: കപട വിനയത്തിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിക്കുകയും സ്വന്തം ദർശനങ്ങളിൽ ആശ്രയിക്കുകയും തന്റെ ജഡമനസ്സിനാൽ വ്യർത്ഥമായി അഹങ്കരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ സമ്മാനത്തിന് അയോഗ്യരാക്കരുത്. തലയായവനിൽ നിന്നാണല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും പോഷണം ലഭിച്ചും ഏകീഭവിച്ചും ദൈവത്തിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നത്. 20-ാം വാക്യം: നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചുവെങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ നിങ്ങൾ ചട്ടങ്ങൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്നത് എന്തുകൊണ്ട്? ഞാൻ ഈ ഭാഗങ്ങളൊക്കെ അടുത്ത ഓരോ ഭാഗങ്ങൾ വാക്യപ്രതിവാക്യമായിട്ട് പഠിപ്പിക്കുമ്പോൾ വിവരിച്ചു തരാം. എന്നാൽ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് അന്നത്തെ ആ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട്, ആ സഭയിൽ അന്നുണ്ടായിരുന്ന അവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് അവരെ പഠിപ്പിക്കുവാൻ തക്കവണ്ണം അപ്പോസ്തലനായ പൗലോസ് അവിടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. അന്നത്തെ ആളുകൾ ആയിരുന്നവർക്ക് യുക്തിപരമായിട്ട് മറുപടി കൊടുക്കുവാൻ തക്കവണ്ണം താൻ ഈ ലേഖനം എഴുതുന്നത്. അപ്പൊ പുറജാതികളുടെ തത്വജ്ഞാന ഫലമായിട്ട് അക്കാലത്ത് ജ്ഞാനമതം അഥവാ നോസ്റ്റിക് മതം എന്നൊരു തത്വജ്ഞാന പദ്ധതി ഉടലെടുത്തിരുന്നു. മാത്രമല്ല, മറ്റുള്ളവരെക്കാൾ കൂടുതൽ അറിവുണ്ടെന്ന് നടിച്ച് ഇതിന്റെ ഉപദേഷ്ടാക്കൾ ജനത്തെ അന്ന് കാലത്ത് വഴിതെറ്റിച്ചു പോന്നു. ഒത്തിരി കാര്യങ്ങൾ അവർക്ക് മാത്രമേ വേണ്ടതായ ജ്ഞാനമുള്ളൂ എന്നാണ് അവർ ചിന്തിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഈ വേണ്ടാത്ത പഠിപ്പീരുകൾ നടത്തി അവരെ വഴിതെറ്റിച്ചു കൊണ്ടിരുന്നത്. ഇതിന്റെ പൂർണ്ണ വളർച്ച പിൽക്കാലത്താണ് ഉണ്ടായതെങ്കിലും കൊലോസിയയിൽ അക്കാലങ്ങളിൽ വളരെയധികമായി അത് പ്രചരിച്ചു പോന്നു. അതുകൊണ്ട് ഇന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മളെയും കൂടി ഇത് ഉദ്ദേശിച്ചാണ് എഴുതുന്നതെന്ന് നമുക്ക് ഇനിയുള്ള പുസ്തകത്തിന്റെ ഓരോ പാഠങ്ങളും ഓരോ വാക്യങ്ങളും പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവിടെ ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം തിന്മ കലർന്നതാണെന്ന സിദ്ധാന്തത്തെ ഇവർ അടിസ്ഥാന ഘടകമായി സ്വീകരിച്ചു. ആര്? ഈ ജ്ഞാനമതക്കാര്. അവർ തത്വജ്ഞാനപരമായിട്ട് അവർ നോസ്റ്റിക് മതം, ആ വാദം, അവരുടേതായ വാദങ്ങൾ അവർ ഉന്നയിച്ചിട്ട് പറയുകയാണ്, ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം തിന്മ കലർന്നതാണ്. എന്നാൽ പരമപവിത്രനായ ദൈവം തമ്പുരാന് പാപപങ്കിലമായ ഒന്നും സൃഷ്ടിക്കാൻ കഴിയുകയില്ലല്ലോ. കണ്ടോ അവരുടെ പഠിപ്പീരുകളെ. ആകയാല് എന്ത് ചെയ്യണം? കാലക്രമേണ ദൈവത്തിൽ നിന്നും ഉത്ഭവിച്ച മധ്യവർത്തികളായ ദൂതന്മാർ മുഖാന്തരമാണ് സൃഷ്ടി നടത്തിയതെന്നും അവർ മൂലമാണ് വസ്തുമയമായ സകലത്തിലും പാപം കലർന്നതെന്നും ഈ കൂട്ടർ പഠിപ്പിക്കുവാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ദൈവമല്ല, ദൂതന്മാരെ കൊണ്ടാണ് ഇതെല്ലാം ചെയ്യിപ്പിച്ചതെന്ന് ഇവര് വേണ്ടാത്ത പഠിപ്പിക്കലുകൾ പഠിപ്പിക്കുകയാണ്. അങ്ങനെ സകലത്തിന് മൂലകാരണനായ ദൈവത്തിന് പാപം കലർന്ന പദാർത്ഥങ്ങളോട് നേരിട്ട് ബന്ധപ്പെടാതെ സൃഷ്ടികർമ്മം നടത്തുവാൻ കഴിഞ്ഞു എന്നവർ വിശ്വസിച്ചു. പ്രൈസ് ദി ലോർഡ്. അന്ധവിശ്വാസങ്ങൾ പഠിപ്പിക്കുന്ന കാലഘട്ടം ഇന്നൊട്ടും കുറവല്ലല്ലേ. ഇത്രയും ഉന്നത വിദ്യാഭ്യാസങ്ങൾ നമ്മുടെ കേരളമൊക്കെ എന്താണ് സാക്ഷരതയിൽ
ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതാ. എങ്കിലും നമ്മുടെ ഈ കേരളത്തിൽ പോലും എന്തോരം അന്ധവിശ്വാസങ്ങളാണുള്ളത്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ എന്തോരം അന്ധവിശ്വാസങ്ങളാണുള്ളത്. അന്നേ കാലത്തും ഇത് തന്നെ ഉണ്ടായിരുന്നു, ഒട്ടും കുറവല്ല ദൈവമക്കളെ. അപ്പം അക്കാലത്ത് അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നതിനാൽ എസീനിയർ എന്നൊരു യഹൂദ വിഭാഗം ആ കാലത്ത് ഇങ്ങനെ അന്ധവിശ്വാസങ്ങളാൽ അവരുടെ പഠിപ്പീരിനാൽ ഒരു വിഭാഗം എസീനിയർ എന്നൊരു വിഭാഗം ഉടലെടുക്കുവാൻ തക്കവണ്ണം ഇടയായി. മാത്രമല്ല ചരിത്രകാരന്മാർ പറയുന്നത് ന്യായപ്രമാണം അവര് വളരെ കർശനമായി പാലിക്കണമെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അവർ തപോനിഷ്ഠ പാലിക്കണമെന്ന് അവർ ഉപദേശിച്ചു തുടങ്ങി. വിവാഹം വിലക്കുക, മാംസാഹാരം വർജിക്കുക, സൂര്യനെയും ദൈവദൂതന്മാരെയും ആരാധിക്കുക, എണ്ണ തേക്കാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവരെ മറ്റുള്ളവരെ ഉപദേശിച്ച് പഠിപ്പിച്ചു പോന്നു. മാത്രമല്ല ഇവരുടെ പഠിപ്പീരുകൾ പിന്നെയും ഉണ്ട്. പുനരുത്ഥാനത്തിൽ ഇവർക്ക് വിശ്വാസമില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എത്രയോ വിപരീതമായ വേദ പഠിപ്പിക്കലുകളാണല്ലേ. ഇവർ മൃഗബലി അർപ്പിച്ചിരുന്നില്ല. ഇപ്രകാരം പുറജാതി തത്വജ്ഞാനവും യഹൂദ കർമാചാരത്തിന്റെ ഒരു ദുഷിച്ച രൂപവും സഭയ്ക്കുള്ളിൽ പ്രവേശിച്ച് സഭയെ അവർ ദിനംപ്രതി നശിപ്പിച്ചുകൊണ്ടിരുന്നു എന്നാണ് നമുക്കിതിലൂടെ കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോ സാത്താൻ നടത്തിയ ഒരു കടന്നാക്രമണത്തെ പൗലോസ് ഈ ലേഖനത്തിലൂടെ പ്രതിരോധിക്കുകയാണ്. സാത്താന്റെ പ്രവർത്തനങ്ങളെ ദൈവസഭയെ എങ്ങനെ മുടിപ്പിക്കാമെന്ന് അവിടെ സാത്താൻ തന്റെ പ്രവർത്തികളെ അഴിച്ചുവിടുമ്പോൾ പൗലോസ് അതിനെ നിഷ്കരുണം ഖണ്ഡിച്ചുകൊണ്ടാണ് ഈ ലേഖനം തന്നെ എഴുതുന്നത്. മാത്രമല്ല ക്രിസ്തുശാസ്ത്രപരമായ ഉപദേശങ്ങളുടെ സ്ഥിരീകരണത്താൽ നമ്മൾ പറഞ്ഞ ചില കാര്യങ്ങളുണ്ടല്ലോ, ദുരുപദേശങ്ങൾക്ക് സമ്പൂർണമായ ഖണ്ഡനമുണ്ടാകുമെന്ന് പൗലോസ് മനസ്സിലാക്കിയിട്ട് എന്തു ചെയ്തു? ഈ രണ്ട് ദുരുപദേശങ്ങളെ ഖണ്ഡിക്കുന്നതിന് ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിന്റെ സമുന്നതവും സർവപ്രധാനവുമായ നില ഈ ലേഖനത്തിൽ താനെ ഉയർത്തിക്കാട്ടുവാൻ തക്കവണ്ണം ഇടയായി. സകലത്തിന്റെയും സൃഷ്ടാവായ ക്രിസ്തു, 1-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നതാണ്. സ്തോത്രം. സകലതും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളോ കർത്തൃത്വങ്ങളോ വാഴ്ചകളോ അധികാരങ്ങളോ ആയ സകലതും അവൻ മുഖാന്തരവും അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സകലതും അവൻ മുഖാന്തരവും അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം സകലത്തിന്റെയും സൃഷ്ടിതാവായ ദൈവം, സർവശക്തനായ ദൈവം, സർവപ്രധാനമായി ഈ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് വിവരിക്കുന്നതാണ്. ദൈവമാണ് സകലത്തിന്റെയും സൃഷ്ടാവെന്ന് വ്യക്തമായിട്ട് ഈ ലേഖനത്തിലൂടെ പഠിപ്പിക്കുമ്പോൾ അതിന്റെ 1:18 അപ്പോസ്തലൻ പറയുകയാണ്, അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയാകുന്നു, സകലത്തിലും താൻ അദൃശ്യനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യജാതനുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. താൻ ആദ്യം പറഞ്ഞു എന്താണ്? സകലത്തിന്റെയും സൃഷ്ടാവായ ക്രിസ്തു. 2, സഭയുടെ ശിരസ് ക്രിസ്തുവാണ്. 3, ദൈവത്തിന്റെ നിറവായ ക്രിസ്തു. അതിന്റെ 1-ാം അധ്യായം 19-ാം വാക്യവും 2-ാം അധ്യായം അതിന്റെ 9-ാം വാക്യവും 1-ാം അധ്യായം 19-ാം വാക്യം വായിച്ചു കേൾപ്പിക്കട്ടെ. അവനിൽ സർവസമ്പൂർണതയും വസിക്കുവാൻ പിതാവിന് പ്രസാദം തോന്നി. അപ്പോൾ നമ്മുടെ കർത്താവ് ആരാണ്? സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ നിറവാണ്. ഹല്ലേലൂയ. അവൻ ജ്ഞാനത്തിന്റെ കലവറയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് അതിന്റെ 2-ാം അധ്യായം 9-ാം വാക്യം കൂടെ വായിക്കുമ്പോൾ, അവനാലാണല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ശരീരരൂപമായി വസിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും യേശു ക്രിസ്തുവിൽ ഉണ്ട് എന്ന് അപ്പോസ്തലനോട് നമുക്ക് വ്യക്തമാക്കി തരികയാണ്. ഇനിയും അടുത്തതായിട്ട് അവൻ എന്താണ്? ജ്ഞാനത്തിന്റെ കലവറയും നിക്ഷേപവുമാണ് ക്രിസ്തുവെന്ന് താൻ വെളിപ്പെടുത്തുകയാണ്. 2-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നു, അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും മറഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെ നിക്ഷേപങ്ങൾ കർത്താവിൽ മറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് സകല ജ്ഞാനത്തിന്റെയും ഉറവിടം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവെന്ന് ഈ ലേഖനത്തിലൂടെ അപ്പോസ്തലൻ നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. മാത്രമല്ല ക്രിസ്തുനാഥന്റെ ആളത്വ മാഹാത്മ്യം മറ്റേത് ലേഖനത്തെക്കാളും ഏറ്റവും ശക്തമായ ഭാഷയില് വിശദീകരിച്ചിരിക്കുന്നത് ഈ ലേഖനത്തിലാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും.
1-ാം അധ്യായം അതിന്റെ 13 മുതൽ 20 വരെയുള്ള വേദഭാഗങ്ങൾ വ്യക്തമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിന്റെ 1-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്: അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപവും സർവസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. സകലതും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളോ കർത്തൃത്വങ്ങളോ വാഴ്ചകളോ അധികാരങ്ങളോ ആയ സകലതും അവൻ മുഖാന്തരവും അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിനു മുൻപേ ഉള്ളവനാകുന്നു. അവനാൽ സകലതും നിലനിൽക്കുന്നു. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയാകുന്നു. സകലത്തിലും താൻ ആദ്യനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യജാതനും ആകുന്നു. പ്രൈസ് ദി ലോർഡ്. അതേ, നമുക്ക് വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആമേൻ ജീവിതത്തിൻ്റെതായിട്ടുള്ള സകല കാര്യങ്ങളും വ്യക്തമായിട്ട് അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനത്തിൽ ശക്തമായ ഭാഷയിൽ നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ക്രിസ്തുവിന്റെ പ്രവൃത്തിയെയും ഹല്ലേലൂയ അവന്റേതായുള്ള ജനത്തോടുള്ള അവൻ നൽകുന്ന വിടുതലിനെയും കുറിച്ച് വ്യക്തവും ശക്തവുമായ ഭാഷയിൽ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ വിവരിച്ച് കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ക്രിസ്തുവിന്റെ പ്രവൃത്തിയെ താൻ വിവരിക്കുമ്പോൾ താൻ കാരാഗ്രഹ ലേഖനങ്ങളിലെ ക്രിസ്തുശാസ്ത്രപരമായി കാണിക്കുന്ന 2 പ്രധാന ഭാഗങ്ങളാണ് അപ്പോസ്തലൻ ഇവിടെ നമുക്ക് വിവരിച്ചു തരുന്നത്. 1-ാം അധ്യായം അതിന്റെ 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങളും, ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങളും നമുക്ക് കാണുമ്പോൾ ഇതിന്റെ 2-ാം അധ്യായത്തിലെ 9-10 വാക്യങ്ങൾ ഈ ലേഖനത്തിന്റെ ഒരു സംക്ഷേപമായിട്ട് കാണുവാനായിട്ട് കഴിയുന്നു. സമയത്തിന്റെ പരിമിതിയാൽ ഞാൻ ആ വാക്യങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ വ്യക്തമായിട്ട് കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ താൻ വരച്ചു കാണിക്കുകയാണ്. സ്തോത്രം. അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല അവനിൽ നിങ്ങൾക്ക് സർവസമ്പൂർണതയും വസിക്കുന്നു. എന്നാൽ അവനിൽ ദൈവത്തിന്റെ സർവസമ്പൂർണതയും വസിക്കുന്നു. 2, അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു എന്നീ 2 സത്യങ്ങൾ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഈ കൊലോസ്യ വിശ്വാസികളെ പ്രധാനമായിട്ട് പഠിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വ്യക്തമായിട്ട് ഇതിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് നോസ്റ്റിക് മതം, യഹൂദ മതം, ആത്മതത്വവാദം, മിസ്റ്റിസം, കർമാചാരവാദം, സന്യാസത്വം എന്നീ 6 പിശകുകൾക്കുള്ള മറുപടി അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായിട്ട് ഈ ലേഖനത്തിലൂടെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവമക്കളെ, ഈ ലേഖനം പഠിക്കുന്നത് ഇന്നത്തെ തെറ്റായ പഠിപ്പിക്കലുകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാനും കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെയുള്ള നിത്യരക്ഷ അതിന്റെ പൂർണ്ണ രൂപത്തിൽ മനസ്സിലാക്കുവാനും നമുക്ക് ഇടയാകും. ഇവിടെ ഈ ലേഖനം എഴുതുന്ന കാലം വരെ പൗലോസ് ആ സഭ സന്ദർശിച്ചിരുന്നില്ല എന്ന് നമുക്ക് കരുതാവുന്നതാണ്. ഈ 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ അതിന് താൻ തെളിവായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾക്കും ലവോദിക്കയിലുള്ളവർക്കും ജഡത്തിൽ എന്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി ഞാൻ എത്ര വലിയ പോരാട്ടം നടത്തുന്നുവെന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഇതുവരെയും തന്റെ ജഡശരീരം കൊണ്ട് അവിടെ എത്തിയിട്ടില്ല. നിങ്ങളെ കാണാൻ എനിക്ക് വാഞ്ചയുണ്ട് എന്ന് താൻ പറയുകയാണ്. അപ്പോൾ തന്റെ ശുശ്രൂഷയാൽ സ്ഥാപിതമായ സഭ അല്ലെങ്കിലും സുവിശേഷ ഘോഷണത്തിൽ തന്റെ സഹപഠനായ എപ്പഫ്രാസിന്റെ സഫലമായ ശുശ്രൂഷയെ പൗലോസ് അഭിനന്ദിക്കുകയാണ്. മാത്രമല്ല ആ സഭയുടെ ആത്മീയ നന്മകളെ താൻ അനുമോദിക്കുന്നുണ്ട്. അവരുടെ പാകപ്പിഴകളെ പരിഹരിച്ച് ഉന്നത നിലവാരത്തിലേക്ക് എത്തിക്കുവാൻ അപ്പോസ്തലൻ തന്റെ ലേഖനങ്ങളിലൂടെ പരിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഈ ദിവസങ്ങളിലെ അത്യുന്നതമായ ദൈവത്തിന്റെ വിളി കേട്ടിട്ട് ശ്രേഷ്ഠമേറിയ ദർശനങ്ങളാൽ താൻ ഈ കൊലോസ്യ സഭയെ ഉറപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് യവനായ തത്വചിന്തകളുടെ അപാകത, ന്യായപ്രമാണ കർമാചാരങ്ങളുടെ അപൂർണത, ദൈവിക ജ്ഞാനത്തിന്റെ കലവറയായ ക്രിസ്തുവിന്റെ പരിപൂർണത, കുടുംബ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും സമൂഹ തലത്തിലും ദൈവിക നിയമങ്ങൾ പാലിക്കേണ്ടതിന്റെ ആവശ്യകതയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഏറ്റവും ഭംഗിയായി ക്രമപ്പെടുത്തി ചിട്ടപ്പെടുത്തി വിവരിക്കുന്ന ഈ ചെറു ലേഖനത്തിലെ ഉള്ളറകൾ നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ്. നമുക്ക് ആമേൻ അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇതിന്റെ ആമുഖം, ഇതിന്റേതായ ഇൻട്രൊഡക്ഷൻ, ഇതിന്റെ പശ്ചാത്തലം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ ലേഖനം എഴുതുവാനുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലായല്ലോ. പ്രത്യേകമായിട്ട് ഞാൻ പറയട്ടെ, ഈ ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് കാരാഗൃഹത്തിൽ കിടക്കുകയാണ്. ഈ ഏകദേശം 4 അധ്യായങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ
ലേഖനമാണ്. മാത്രമല്ല 95 വാക്യങ്ങൾ മാത്രമേ ഇതിന്റെ അകത്തുള്ളൂ. ഇതിന്റെ അകത്തെ പ്രധാന വ്യക്തികൾ പൗലോസ്, തിമോത്തിയോസ്, തീക്കോസ്, ഒനേസിമോസ്, അരിസ്തർക്കോസ്, മർക്കോസ്, എപ്പഫ്രാസ്. ഈ ഇത്രയും പേരാണ് ഇതിന്റെ പ്രധാന വ്യക്തികൾ. കൊലോസ്യ ലേഖന പഠനം നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറും. തീർച്ചയായിട്ടും നമുക്ക് അനുഗ്രഹീതമായ നിലയിൽ ഈ കൊലോസ്യ ലേഖനം പഠിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ദൈവം അനുവദിച്ചാൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ 1-ാം അധ്യായം ആമേൻ നമുക്ക് പഠനം ആരംഭിക്കാം. ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് തന്റെ ശുശ്രൂഷയിൽ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് കൊലോസ്യ വിശ്വാസികളെ ഉറപ്പിക്കുവാനും അവരുടെ തെറ്റായ പഠിപ്പിക്കലുകളിൽ നിന്ന് അവരെ മടക്കി വരുത്തുവാനും അതിൽ വീണു പോകാതെ താണു പോകാതെ അവരെ നിലനിർത്തുവാനും അപ്പോസ്തലനായ പൗലോസിന്റെ ബുദ്ധി ഉപദേശം അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറിയെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാകുവാനും അപ്പോസ്തലനായ പൗലോസ് ആ ജനത്തിന് ബുദ്ധി ഉപദേശിച്ചതുപോലെ ഇന്ന് ആയിരിക്കുന്ന എന്നെയും നിങ്ങളെയും ബുദ്ധി ഉപദേശിച്ചുകൊണ്ട് ഈ ദൈവകൃപയുടെ ആഴങ്ങൾ തിരിച്ചറിയുവാനും വചനത്തിന്റെ സത്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതം നയിക്കുവാനും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കൊലോസ്യ ലേഖന പഠനം നമുക്ക് ഈ ദിവസങ്ങളിൽ തുടരാം. കർത്താവ് അതിന് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ ആമേൻ. ഇന്ന് ഞാൻ ഇവിടെ ഈ ഭാഗം ഇവിടെ ബൈൻഡപ്പ് ചെയ്യുകയാണ്. ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഈ ദൈവമക്കളെ, നിങ്ങൾ ഈ വചനം ഭാഗം കേൾക്കുമ്പോൾ ഈ കൊലോസ്യ ലേഖന പഠനം നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹപാഠികളിലേക്ക്, നിങ്ങളുടേതായ ഫ്രണ്ട്സിലേക്ക് ഇത് തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. തുടർമാനമായിട്ട് നിങ്ങൾക്ക് ഈ ലേഖന പഠനം എത്തുവാൻ തക്കവണ്ണം നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ ഇടുന്ന ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ആയിരിക്കുന്ന സമയങ്ങളിൽ ഞാൻ ഇടുന്ന ഓരോ എപ്പിസോഡുകളും എത്തിച്ചേരുവാൻ കർത്താവ് ഇടയാക്കും. അതിനുവേണ്ടി നിങ്ങൾ സഹകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഓരോ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യുവാൻ ദൈവം ഇടയാക്കട്ടെ. കർത്താവ് ഇങ്ങനെ എന്നെ ഏൽപ്പിച്ച ഒരു ദൗത്യത്തിൽ അതിന് പങ്കാളിത്തം വഹിക്കുവാൻ ദൈവം കൃപ നൽകി. എന്റെ സൂമിലേക്ക് കടന്നു വന്ന് ആമേൻ എന്നോടൊത്ത് സഹകരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.